ഒരാൾ ദുആ ചെയ്താൽ മൂന്നാലൊരു മറുപടി അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒന്ന്, ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, ഓൺ ദി സ്പോട്ട് അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകും. ഓൺ ദി സ്പോട്ട് ചോദിക്കുക, ഉത്തരം അല്ലാഹു നൽകും. അങ്ങനെ ലഭിച്ച ഇഷ്ടം പോലെ ആളുകളുണ്ട്. രണ്ട്, വഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ദുആ ചെയ്യുകയാണ്, ഒരുപാട് ദുആ ചെയ്തു, എന്നിട്ടോ ഇവിടുന്ന് കിട്ടിയില്ല. ദുആ ചെയ്യാ, നിരന്തരമായി ദുആ ചെയ്ത് പകുതിയിൽ വെച്ചിട്ട് റബ്ബ് വെറുതെ പറയാണ്, ഇത്രയില്ല, ഒന്നുമില്ല, ഞാൻ ഇനി ദുആ ചെയ്യുന്നില്ല, പോയി, അതോടെല്ലാം നഷ്ടപ്പെട്ടു. അതൊന്നുമല്ല, റബ്ബിനോട് ദുആ ചെയ്യാൻ. മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്കൊരു മകനെ തരണേ, അല്ലാഹ് എനിക്കൊരു മകനെ തരണേ റബ്ബേ. സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണിത്. എത്ര കാലം ദുആ ചെയ്തെന്നറിയോ? അദ്ദേഹത്തിന് താടിരോമങ്ങളൊക്കെ നിരച്ചു വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കൂല എന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ച ഒരു സാഹചര്യം വരെ ദുആ ചെയ്തു. പ്രതീക്ഷയ്ക്ക് നഷ്ടപ്പെട്ടു. ഇനി താടിയൊക്കെ നിറച്ചു, ഞാൻ വൃദ്ധനായി, എന്റെ ഭാര്യ ആണെങ്കിൽ ഒരിക്കലും പ്രസവിക്കൂല. അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് വരെ മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു അല്ലാഹുവിനോട്. എന്താണ്? അങ്ങനെ അള്ളാഹുവിന്റെ പ്രതീക്ഷ കൈവിടിയാതെ വീണ്ടും ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു സക്കരിയാ നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നത്. ആലോചിക്കണേ, മക്കളുണ്ടാകുന്ന കാര്യമാണ്. ചില ആളുകൾ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, 7 വർഷമായി, 10 വർഷമായി, 18 വർഷമായി മക്കളില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സക്കരിയാ നബി അലൈഹിസ്സലാമിന് റബ്ബ് മക്കളെ കൊടുത്തത് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളൊക്കെ നരച്ചതിന് ശേഷമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ നൽകിയത് 100ാമത്തെ വയസ്സിലാണ്. അതുവരെ ദുആ ചെയ്തു, നിരാശരായിട്ടില്ല. നമ്മൾ 2 വർഷം ദുആ ചെയ്യും, പിന്നെ അത് വിട്, അല്ലാഹു തരുന്നൊന്നുമില്ല, ഇനി തരുന്നെങ്കിൽ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുക. അത് നമുക്ക് കിട്ടൂല. നമ്മൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ തയ്യാറായാൽ അല്ലാഹുവിന് ഏത് സമയമാണെങ്കിലും തരാനൊരു പ്രയാസമില്ല. അല്ലാഹു പറയുന്നുണ്ട്, കാഫ്ഹാ യാ ഐൻ സ്വാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. അല്ലാഹുവേ എന്റെ താടിരോമങ്ങൾ നരബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് റബ്ബേ, എന്റെ എല്ലെല്ലാം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റബ്ബേ. എന്നാലും ഞാൻ ദുആയിൽ നിന്ന് നിരാശനല്ല റബ്ബേ, എനിക്കൊരു മകനെ തരണേ അല്ലാഹ്. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. അല്ലാഹുവേ എന്റെ ഭാര്യ മച്ചിയാണ്, പ്രസവിക്കാത്ത ഒരു പെണ്ണാണ്, മച്ചിപ്പെണ്ണാണ്, പ്രസവിക്കാത്ത ഒരു പെണ്ണാണ്. എന്നാലും എനിക്ക് നിരാശയില്ല. ഫഹബ് ലീ മിൻ ലദുക വലിയാ. അല്ലാഹുവേ അതുകൊണ്ട് എനിക്കൊരു മകനെ താ റബ്ബേ. എത്ര കാലം നരബാധിക്കുന്നത് വരെ ദുആ ചെയ്തു. നമ്മൾ ദുആ ചെയ്യോ? നമ്മൾ മാക്സിമം പോയ 40 വയസ്സ് വരെ ദുആ ചെയ്യും, പിന്നെ നമ്മൾ നേരെ ബാധിച്ചു, കൈയും കാലൊക്കെ ചുളിഞ്ഞു, വയസ്സായി, അപ്പോഴും ദുആ ചെയ്യ, അല്ലാഹു എനിക്ക് മക്കളെ വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹു വിളിക്കുന്നത്, യാ സക്കരിയാ ഇന്നാ നുബശ്ശിറുക ബിഗുലാം. സക്കരിയാ നബിയേ, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്കൊരു മകനെ തരാം. ഇസ്മുഹു യഹ്യ, ആ മകന്റെ നാമമാണ് യഹ്യ എന്ന്. قال رب أنى يكون لي غلام وكانت امرأتي عاقرا. എങ്ങനെയാണ് റബ്ബേ എനിക്ക് മക്കൾ ഉണ്ടാവുന്നത്? എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണല്ലേ, എങ്ങനെയാണ് റബ്ബേ എനിക്ക് മക്കൾ ഉണ്ടാകുന്നത്? വഖദ് ബലഗതു മിനൽ കിബരി അതിയ, ഞാൻ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ വൃദ്ധനായി പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ഭാര്യ ആണെങ്കിൽ മച്ചിയാണ്. ഡോക്ടർമാർ പറഞ്ഞു നിനക്ക് മക്കൾ ഉണ്ടാവൂല, അല്ലെ? ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ല, നിങ്ങൾ നിരാശരാവണ്ട, ഡോക്ടർമാരെ മക്കളെ തരുന്നത് റബ്ബാണ്. ആ ഒരു പ്രതീക്ഷ ഉണ്ടാകും. ഡോക്ടർമാർ പറഞ്ഞു, നോക്കി ടെസ്റ്റ് ചെയ്തു, സാധ്യതയില്ല, നിങ്ങൾ നിരാശരാവണ്ട, ഡോക്ടർമാരല്ലേ ഈ മക്കളെ തരുന്നത് റബ്ബാണ്.
സക്കരിയ നബിക്ക് വാർദ്ധക്യത്തിൽ മക്കളെ കൊടുത്ത അല്ലാഹ്, ഇബ്രാഹിം നബിക്ക് 100ാമത്തെ വയസ്സിൽ മക്കളെ കൊടുത്ത അല്ലാഹ്. ദുആന്റെ ഫലാണത്. നമ്മൾ ദുആ ചെയ്യും. മക്കളുടെ കാര്യം മാത്രമല്ല, എന്ത് വേണം, നിങ്ങൾക്ക് ഒരു ഇന്നോ വേണോ, ദുആ ചെയ്യും റബ്ബിനോട്, ആത്മാർത്ഥമായി ദുആ ചെയ്യും. അല്ലാഹു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു നൽകുമാറാവട്ടെ. വകാനത് ഇംറഅതി ആഖിറൻ വഖദ് ബലഗ്തു മിനൽ കിബരി ഇതിയാ. അപ്പോൾ പറയാണ്, സക്കരിയ നബിയെ നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങള്. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. എനിക്കിത് വളരെ എളുപ്പമാണ്. മക്കളെ തരാന്ന് പറഞ്ഞാൽ എനിക്ക് നിസ്സാരമാണ്, എളുപ്പമാണ്. നിങ്ങൾ വിചാരിച്ചതുപോലൊന്നുമല്ല. വയസ്സായി എന്ന് പറഞ്ഞിട്ടൊന്നും മക്കളില്ലാതിരിക്കൂല. ഭാര്യ മച്ചി അതൊക്കെ ഡോക്ടർമാര് പറയല്ലേ. പടച്ച റബ്ബ് തീരുമാനിച്ച മക്കൾ തരാൻ പ്രയാസമുണ്ടോ? അതുകൊണ്ട് ദുആ ചെയ്യേ. മക്കൾ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഏത് വിഷയമാണെങ്കിലും അല്ലാഹുവിന്റെ തീരുമാനം ഇങ്ങനെ തന്നെ. ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് വളരെ എളുപ്പമാണെന്നാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത്. വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലേ, നീ ഒന്നുമില്ലായിരുന്നല്ലോ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലേ, പിന്നെ നിങ്ങൾക്കൊരു മക്കളെ തരാൻ എനിക്ക് പ്രയാസമാണോ? ഓ അലയ്യ ഹയ്യിൻ, എനിക്കത് വിഷയമല്ല. നീ ദുആ ചെയ്തതിന്റെ ഫലം അല്ലാഹു കൊടുക്കാണ്. മഹാനമഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും ഇതുപോലെ പറയുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ്യ. ഉപ്പയില്ലാതെ മക്കളെ നൽകാണ് മറിയം ബീവിക്ക്. പിതാവില്ലാതെ ഭർത്താവില്ലാതെ മക്കളെ തരാണ്. ഭർത്താവില്ലാത്ത മക്കളുണ്ടാവേ? മറിയം ബീവി ചോദിച്ചു, ഭർത്താവില്ലാതെ എന്നോട് ശാരീരികമായ ഒരാൾ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ, എനിക്ക് മക്കളുണ്ടാവേ? മറിയം ബീവി ചോദിച്ചു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഖാലത് അന്നാ യകൂനു ലീ ഗുലാം, എങ്ങനെയാണ് എനിക്ക് മക്കളുണ്ടാവുന്നത്? വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ, ഞാനൊരു വ്യഭിചാരിയല്ലല്ലോ, എന്നെ ഒരാളും സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് മക്കളുണ്ടാവുന്നത്? എനിക്ക് മക്കളുണ്ടാവേ എങ്ങനെ ഉണ്ടാവുക? എന്നൊരാളും തൊട്ടിട്ടില്ലല്ലോ. അപ്പൊ അല്ലാഹു അതേ മറുപടി, ഖാല കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. അല്ലാഹുവിന് ഇത് പ്രയാസമുള്ള വിഷയമല്ല. മക്കളെ തരാന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് എളുപ്പമാണ്. പിന്നെന്തിനാ ടെൻഷനാണത്? പിന്നെന്തിനാ വിഷമിക്കേണ്ടത്? മക്കൾ ഉദാഹരണം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ മുതൽ വേണോ, എന്താ വേണ്ടത്? വേണ്ട റബ്ബിനോട് ചോദിക്കും, റബ്ബ് തരും. ഹുവ അലയ്യ ഹയ്യിൻ, അല്ലാഹുക്ക് ഇത് എളുപ്പമാണ്. അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഇമ്മാ അയ്യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ഒന്നുകിൽ അവന്റെ പ്രാർത്ഥനയെ അല്ലാഹു ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കും. ഇനി മരണം വരെ ഉത്തരം കിട്ടിയില്ല എന്നാലോ വിഷമിക്കേണ്ട. ആ ദുആ നാളെ ആഖിറത്തിലെത്തുമ്പോൾ 10 മടങ്ങ് വലുപ്പമുള്ള വലിയൊരു ദറജയായി അല്ലാഹു സ്വർഗ്ഗത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഇവിടെ ഒരു നന്മ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിരാശയില്ലാതെ മരണം വരെ ദുആ ചെയ്തിട്ടുണ്ട്. പഠിച്ചവനാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ നാളെ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സ്വർഗീയ സുഖങ്ങൾ അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതുപോലെ ദുനിയാവിലുള്ള സുഖാണോ വേണ്ടത്, സ്വർഗ്ഗാണോ വേണ്ടത്? എന്താ വേണ്ടത്? ദുനിയാവാണോ വേണ്ടത്, സ്വർഗ്ഗാണോ വേണ്ടത്? സ്വർഗം. ദുനിയാവൊന്നുമില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഈച്ചയുടെ കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും, അത്ര ഒരു പരിഗണന പോലും ദുനിയാവിന് റബ്ബ് നൽകിയിട്ടില്ല. സ്വർഗം അതാണെല്ലാം. അള്ളാഹു നമ്മളേക്ക് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ഹിസാബില്ലാതെ അദാബില്ലാത്ത സ്വർഗത്തേക്ക് അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. രണ്ടാമത്, ദുആ ചെയ്ത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. അള്ളാഹു നിങ്ങളുടെ സ്ഥാനം സ്വർഗത്തിൽ വർദ്ധിക്കാനാണ്, വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് നൽകാനാണ്. മൂന്നാമത്തേത്, ഏതൊരു അപകടത്തിൽ നിന്നാണോ നിങ്ങൾ കാവൽ ചോദിക്കുന്നത്, അതുപോലെയുള്ള അപകടം നിങ്ങൾക്ക് വരാതിരിക്കാൻ ഒരുപക്ഷെ വേറെയും അപകടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ദുആ ചെയ്തത് കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ അള്ളാഹു തടയും. നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവാസിയായ 2 കുട്ടികൾ എടുത്തിട്ടാണ് മരിച്ചുപോയത്, കിണറ്റിൽ വീണിട്ട്. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. കിണറ്റിൽ വീണു.
ഉമ്മമാരകത്താണ്. ഞാൻ എൻ്റെ ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഒരു ദുആയാണ്. ആ ദുആ പഠിക്കുകയും എല്ലാ നിസ്കാരശേഷം ആ ദുആ ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. ഉമ്മമാര് വീട്ടിന്റെ അകത്തളങ്ങളിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കെ ആ വീട്ടിലാരും ആണുങ്ങളില്ലാത്ത സമയത്ത് എവിടെയോ മരിച്ച സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. 2 പിഞ്ചുമക്കൾ കിണറ്റിന്റെ സമീപത്ത് കളിച്ച് അവിടെ കൂട്ടിവെച്ചിരിക്കുന്ന മെറ്റലിന്റെ മുകളിൽ കയറി അവിടെ ഇരിക്കുന്ന നെറ്റ് കണ്ടപ്പോൾ അതിലൊന്ന് ഊഞ്ഞാലാടാനാണോ എന്നറിയില്ല. അപ്രതീക്ഷിതമായി ഒരു കുടുംബത്തിന് അല്ലാഹു നൽകിയ ആഘാതമാണ്. ഇങ്ങനൊരു ആഘാതം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ, ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? 10 മാസം ഗർഭം ചുമന്ന ഉമ്മ, 2 വർഷക്കാലം മുലപ്പാൽ നൽകിയ ഉമ്മ, മക്കളുടെ പ്രഭാവിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നാടില്ലാതെ പ്രവാസ ലോകത്തേക്ക് ചെന്നവിടെ അധ്വാനിച്ച 2 പിതാക്കന്മാർ, എങ്ങനെയാണ് ഒരു കുടുംബത്തിന് സഹിക്കാൻ പറ്റുക? മക്കൾ നടന്നു കാണാൻ, മക്കളൊന്ന് സഞ്ചരിക്കുന്നത് കാണാൻ, മക്കളൊന്ന് ഓടുന്നത് കാണാൻ, മക്കളൊന്ന് സംസാരിക്കുന്നത് കാണാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന 2 ഉമ്മമാർ അല്ലാഹുവർക്ക് പകരം നൽകുമാറാവട്ടെ. അല്ലാഹുവർക്ക് സ്വർഗീയ ലോകത്തൊരു ഭവനം നിർമ്മിക്കുമാറാവട്ടെ. അതിനാണ് ബൈത്തുൽ ഹംദി, സ്തുതിയുടെ വീട് എന്ന നാമമുള്ള ഒരു വീട് അല്ലാഹു ആ കുടുംബത്തിന് നൽകുമാറാവട്ടെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇങ്ങനൊരു അപകടം വന്നാൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? മക്കളില്ലാത്ത ഒരു ഭാര്യയുടെ, മക്കളില്ലാത്തൊരു പിതാവിന്റെ വിഷമം അനുഭവിക്കുന്ന ഒരാൾക്കറിയാം. ഉള്ള മക്കൾ മരിച്ചു പോയാലുള്ള അവസ്ഥ എന്താ? ഇങ്ങനൊരു അപകടം വരാതിരിക്കാൻ, ഇങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. പഠിച്ചോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, നിന്നോട് ഞങ്ങൾ കാവൽ തേടുകയാണല്ലോ. മിൻ സവാലി നിഅമതിക, നീ തന്ന നിഅമത്ത് നീ കൊണ്ടുപോവല്ലേ അല്ലാ. നീ തന്ന ജോലി നീ കൊണ്ടുപോവല്ലേ അല്ലാ. നീ തന്ന ശബ്ദം നീ കൊണ്ടുപോവല്ലേ അല്ലാ. നീ തന്ന ആരോഗ്യം നീ കൊണ്ടുപോവല്ലേ അല്ലാ. നീ തന്ന ബിസിനസ് നീ കൊണ്ടുപോവല്ലേ അല്ലാ. നീ തന്ന കാഴ്ചശക്തി കൊണ്ടുപോവല്ലേ അല്ലാ. നീ തന്ന മക്കളെ കൊണ്ടുപോവല്ലേ അല്ലാ. ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ നീ തന്ന ആരോഗ്യം ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാ. പകുതിയിൽ വെച്ച് ആക്സിഡന്റായി കിടക്കുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. കാലിന് ബാധമുള്ളൊരവസ്ഥ തരല്ലേ അല്ലാ. വെള്ളപ്പാണ്ട് ബാധിക്കുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. ഈയടുത്ത് കോഴിക്കോട് ഭാഗത്തൊരു വാലിന് പോയപ്പോഴാണ് അവിടെയുള്ളൊരു സഹോദരൻ വേദനയോടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്. എന്റെ മകൾക്ക് 18 വയസ്സായി, ദുആ ചെയ്യണം, കല്യാണ ആലോചനകളൊന്നും ശരിയാവുന്നില്ല. അതിന് കാരണം പറഞ്ഞത്, എന്റെ പൊന്നുമോൾ അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ശരീരമാസകലം വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്, മുഖത്തും കൈകളിലും വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഹോമിയോപ്പതികളായ ഡോക്ടർമാരെ കാണിച്ചു, തങ്ങന്മാരെ കാണിച്ചു, ശിഫയില്ല, സമനമില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ ആ സഹോദരിക്ക് ശിഫ നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനൊരു അസുഖം നമ്മൾക്ക് വന്നാൽ നമ്മുടെ കഥ എന്താണ്? പുറത്തിറങ്ങാൻ പറ്റുമോ? കല്യാണം കഴിയാൻ പോകുന്ന നമ്മുടെ പെൺമക്കൾക്ക് വന്നാൽ ആ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് വരാതിരിക്കാൻ
വേറെ ഒരു സഹോദരൻ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോ മുറിയിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ രംഗം ഞാൻ ഓർക്കുകയാണ്. ഉസ്താദേ, എന്റെ പെങ്ങള്, എന്റെ സഹോദരി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ സഹോദരിയുടെ തലമുടി ഓരോന്നോരോന്നായി കൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ശമനമില്ല. SSLC കഴിയുമ്പോഴേക്കും എന്റെ പെങ്ങളുടെ തലയിൽ നിന്ന് മുടി മുഴുവനും കൊഴിഞ്ഞു പോയി. ഉസ്താദേ, എങ്ങനെയാണ് കല്യാണം കഴിക്കുക? ഒരു പെണ്ണിന്റെ സൗന്ദര്യം മുടിയാണല്ലോ. അവർക്ക് മറച്ചു വെച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഇത് കാണാതിരിക്കുന്നൊരു വിഷയമല്ലല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ദുആ ചെയ്യണേ. ഇന്ന് എന്റെ പെങ്ങൾക്ക് 28 വയസ്സാണ്. എന്റെ പെങ്ങൾക്ക് 28 വയസ്സാണ്. അവളുടെ അനുജത്തിയുണ്ട്, ഡിഗ്രി പഠനം പൂർത്തിയാക്കി കല്യാണ ആലോചനകൾക്ക് കാത്തിരിക്കുന്നത്. പക്ഷേ ഈ 28-കാരിയായ എന്റെ മകൾ കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോ എങ്ങനെയാണ് ഈ 21-കാരിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ കഥ എന്താണ്? അതുകൊണ്ട് ദുആ ചെയ്യ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നീ തന്ന നിഅമത്ത് നീ തിരിച്ചെടുക്കല്ലേ അല്ലാ. ഗൾഫിൽ പോയാൽ അറിയാം, അബുദാബിയിലും ദുബായിലുമുള്ള 100 കണക്കിന് ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത്, മാസങ്ങളായി ജോലിയില്ലാതെ മുറിയിൽ തന്നെ കിടക്കുന്നത്. ഇന്നലെ സൗദിയിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ജോലിയുടെ കാര്യം വളരെ പ്രതിസന്ധിയിലാണ്, ദുആ ചെയ്യണമെന്ന്. വളരെ നല്ല ജോലി ഉണ്ടായിരുന്ന, 1 ലക്ഷത്തോളം സാലറി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, വല്ലാത്ത കഷ്ടപ്പാടിലാണ്, ദുആ ചെയ്യണമെന്ന്. ഇങ്ങനൊരു അപകടം വന്നാൽ നമ്മുടെ അവസ്ഥ എന്താ നമ്മൾക്ക് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് ദുആ ചെയ്യണേ, അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നീ തന്ന നിഅമത്ത് നീ തിരിച്ചു കൊണ്ടുപോകല്ലേ അല്ലാ. വതഹബ്ബുലി ആഫിയതിക. നീ തന്ന ആഫിയത്ത് നീ തിരിച്ചു കൊണ്ടുപോവല്ലേ അല്ലാ. എന്റെ മരണം വരെ ആഫിയത്ത് നൽകണേ അല്ലാ. വഫുജാഅതി നിഖമതിക. പെട്ടെന്നുള്ള അപകടങ്ങൾ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ.